നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അഫാൻ നടത്തിയ കൂട്ടക്കൊലപാതകം മലയാളികൾക്ക് അത്ര പെട്ടെന്ന് മറക്കാനാകില്ല. അഫാൻ കൂട്ടക്കുരുതി നടത്തിയിട്ട് 1 വർഷമാകാൻ പോവുകയാണ്. ഫെബ്രുവരി അവസാന വാരം നമുക്ക് ആർക്കും മറക്കാനാകില്ല. ഫെബ്രുവരി 24-ാം തീയതിയോടെയാണ് നമ്മളെല്ലാവരും ആ നടുക്കുന്ന വാർത്ത കേട്ടത്. ഒരു യുവാവ് ഓടി നടന്ന് സ്വന്തം ഉറ്റവരെ, താൻ സ്നേഹിച്ച തൻ്റെ പ്രണയിനി, തൻ്റെ സ്വന്തം രക്തത്തിലുള്ള അനുജൻ, അമ്മുമ്മ, അതുപോലെ തന്നെ ഈ ബന്ധുക്കൾ 2 പേർ ഇവരെ കൊലപ്പെടുത്തി എന്ന വാർത്ത അക്ഷരാർത്ഥത്തിൽ നടക്കുന്നതായിരുന്നു. നാടിനെ ഞെട്ടിച്ച കൂട്ടക്കൊലയ്ക്ക് 1 വർഷമാകാൻ പോകുമ്പോൾ ഏതുവരെ എത്തി, എന്താണ് അവസ്ഥകൾ, ഇതുവരെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് വിശദമായി നോക്കാം. നാടിനെ ഞെട്ടിച്ച കൂട്ടക്കൊലയ്ക്ക് അഫാനെ പ്രേരിപ്പിച്ചത് പണം നൽകാത്തതിലുള്ള വൈരാഗ്യം അല്ല എന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. കൊലയ്ക്ക് മുൻപ് പ്രതി അമ്മയോടും വല്യമ്മയോടും പണം ആവശ്യപ്പെട്ടിരുന്നു. പണം ഉപയോഗിച്ചത് ലഹരി മരുന്നിനു വേണ്ടിയാണോ എന്നതടക്കമുള്ള അന്വേഷണമൊക്കെ ഉണ്ടായിരുന്നു. നമുക്കറിയാം, ഈ വലിയൊരു കൊലപാതകമാണ് സംഭവിച്ചത്. 5 പേരെയാണ് ഈ യുവാവ് ഒറ്റയടിക്ക് ഒരു ദിവസം ഓടി നടന്ന് കൊലപ്പെടുത്തിയത്. ആദ്യം ഇയാൾ സ്വന്തം അമ്മയെ ആക്രമിക്കുന്നു. അമ്മയെ ആക്രമിച്ച് അമ്മ കൊല്ലപ്പെട്ടു എന്ന് കരുതി ഇയാൾ നേരെ പോകുന്നത് സ്വന്തം മുത്തശ്ശിയെ കൊലപ്പെടുത്താനായിരുന്നു. പാങ്ങോടുള്ള മുത്തശ്ശിയുടെ വീട്ടിലേക്കായിരുന്നു ഇയാൾ എത്തിയത്. പിന്നീട് പിതാവിൻ്റെ ജ്യേഷ്ഠൻ്റെ വീട്ടിലെത്തിയ ഇയാൾ ലത്തീഫിനെ കൊലപ്പെടുത്തി, ലത്തീഫിൻ്റെ ഭാര്യയെയും കൊലപ്പെടുത്തി. അതിനുശേഷം തൻ്റെ കാമുകിയെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് കാമുകിയെ കൊലപ്പെടുത്തി, അനുജനെയും അവസാനം കൊലപ്പെടുത്തി. അഫാന് പിഴച്ചത് അമ്മയുടെ കാര്യത്തിലായിരുന്നു. അമ്മ കൊല്ലപ്പെട്ടു എന്ന് കരുതിയാണ് ഇയാൾ ബാക്കി കൊലപാതകങ്ങളെല്ലാം ചെയ്തത്. പക്ഷെ അമ്മ രക്ഷപ്പെട്ടു. ഈ കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. ഈ കൊലപാതകങ്ങൾക്കെല്ലാം ശേഷം ആത്മഹത്യ ചെയ്യാമെന്ന് അഫാൻ ഉറപ്പിച്ചിരുന്നു. പക്ഷേ താൻ മരിച്ചില്ലെങ്കിലോ എന്ന് കരുതി വീട്ടിലെ മറ്റുള്ളവരെ കൂടി കൊലപ്പെടുത്തി എന്നാണ് പ്രതി പോലീസിനോട് പറഞ്ഞത്. തന്നെ വിശ്വസിച്ചു വന്ന ഫർസാന ഒറ്റയ്ക്കാകാതിരിക്കാനാണ് അവളെ കൂടി കൊലപ്പെടുത്തിയതെന്നും പ്രതി പോലീസിനോട് പറഞ്ഞതൊക്കെ നമ്മൾ കേട്ട കാര്യങ്ങളാണ്. അഫാന്റെ വീട്ടിൽ നിന്ന് മന്തിയുടെയും സോഫ്റ്റ് ഡ്രിങ്കുകളുടെ അവശിഷ്ടങ്ങൾ പോലീസ് കണ്ടെത്തിയിരുന്നു. അനുജന് മരിക്കുന്നതിന് തൊട്ട് മുൻപ് ഇയാൾ കുഴിമന്തിയും സോഫ്റ്റ് ഡ്രിങ്കുകളും വാങ്ങിക്കൊടുത്തു. അതിനുശേഷമാണ് അതിക്രൂരമായി സ്വന്തം അനുജനെയും കൊലപ്പെടുത്തിയത്. ആദ്യം കൊലപ്പെടുത്തിയത് പാങ്ങോട് താമസിക്കുന്ന പിതാവിൻ്റെ അമ്മയാണ്, മുത്തശ്ശി. പണയം വയ്ക്കാനായി അഫാൻ പലവട്ടം സ്വർണം ആവശ്യപ്പെട്ടു മുത്തശ്ശിയുടെ പക്കൽ നിന്ന്. എന്നാൽ സൽമ ബീവി സ്വർണം നൽകിയില്ല. തിങ്കളാഴ്ച വീട്ടിലെത്തിയ അഫാൻ മുത്തശ്ശിയെ കൊന്ന് സ്വർണം കൈക്കലാക്കിയതായും പോലീസ് കണ്ടെത്തി. വെഞ്ഞാറമൂട്ടിലെത്തി ഇത് പണയം വെച്ചു. ഈ പണം ഉപയോഗിച്ച് ബൈക്കിൽ പെട്രോൾ അടിച്ചു. ശേഷം ഈ പണം ചോദിക്കുന്നതിനിടയിൽ, മാല ചോദിക്കുന്നതിനിടയിൽ വലിയ രീതിയിലുള്ള വാക്കുതർക്കമുണ്ടാകുന്നു. ആ പാങ്ങോട് വീട്ടിലിട്ട് മുത്തശ്ശി അതിക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു. പ്രത്യേകിച്ച് ഇതിൻ്റെ CCTV ദൃശ്യങ്ങൾ, അതായത് പ്രതി വീട്ടിലേക്ക് വരുന്നതും കൊലപ്പെടുത്തിയതിന് ശേഷം, അതായത് കൊലപാതകം നടത്തിയതിനു ശേഷം വീട്ടിൽ നിന്ന് തിരിച്ചു പോകുന്നതിൻ്റെ CCTV ദൃശ്യങ്ങൾ, നിർണായകമായ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതാണ്. കൊലപാതകങ്ങളെല്ലാം നടന്നത് രാവിലെ 10:30-ക്കും വൈകിട്ട് 4 മണിക്കും ഇടയിലായിരുന്നു. രാവിലെ 10:30-ന് പേരുമലയിലെ വീട്ടിൽ വെച്ച് അമ്മ ഷമിയെ കഴുത്തിൽ ഷോൾ കുരുക്കി നിലത്തടിച്ചു. ഉച്ചയ്ക്ക് 1:15-ഓടെ മുത്തശ്ശി സൽമ ബീവിയെ കൊലപ്പെടുത്തി. പേരുമലയിൽ അഫാന്റെ വീട്ടിൽ നിന്ന് 25 കിലോമീറ്റർ അകലെയുള്ള കല്ലറ പാങ്ങോട് സൽമ ബീവിയുടെ വീട്ടിൽ വെച്ചായിരുന്നു കൊലപാതകം. പോകും വഴി ചുറ്റിക വാങ്ങിയാണ് പ്രതി സൽമ ബീവിയുടെ വീട്ടിലേക്ക് പോയത്. എന്നാൽ സൽമ ബീവിയെ മരിച്ച നിലയിൽ കണ്ടത് വൈകിട്ട് 4:30-ക്കാണ്. അതിനിടെ ഉച്ചയ്ക്ക് 3-നാണ് പിതൃ സഹോദരൻ ലത്തീഫിനെ പുല്ലുംപാറ SN പുരത്തെ വീട്ടിൽ വെച്ച് ആക്രമിച്ചത്. ലത്തീഫിന്റെ ഭാര്യ സജിദ ബീവിയെ അടുക്കളയിൽ വെച്ച് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. അഫാന്റെ പേരുമലയിലെ വീട്ടിൽ നിന്ന് 9 കിലോമീറ്റർ അകലെയാണ് ലത്തീഫ് താമസിക്കുന്നത്. വൈകിട്ട് 4 മണിക്ക് തിരിച്ച് വീട്ടിലെത്തിയാണ് സഹോദരൻ അഫ്സാനെയും പെൺസുഹൃത്ത് ഫർസാനെയും ഇയാൾ കൊലപ്പെടുത്തിയത്. ഗുരുതരമായി പരിക്കേറ്റ അമ്മ ഷമി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഒരുപാട് ദിനങ്ങളാണ് അവർ മരണത്തോട് മല്ലടിച്ചത്. വൈകിട്ട് 6 മണിയോടെ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലെത്തി പ്രതി തന്നെയാണ് കൊലപാതക വിവരം പോലീസിനെ അറിയിച്ചത്. 5 പേരെ ക്രൂരമായി കൊലപ്പെടുത്തുകയും മാതാവിനെയും കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ പരിക്കേൽപ്പിക്കുകയും ചെയ്തു എന്നാണ് അഫാൻ പോലീസിനോട് പറഞ്ഞത്. 2 ദിവസങ്ങൾ, അതായത് കൊലപാതകം നടക്കുന്ന 2 ദിവസങ്ങൾക്ക് മുൻപാണ് അഫാൻ ഫർസാനെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുവന്നത്. വെഞ്ഞാറമൂട് സ്വദേശി തന്നെയായ ഫർസാനയും അഫാനുമായി കുറച്ചു കാലമായി പ്രണയത്തിലായിരുന്നു. എന്നാൽ പിതാവിന്റെ മാതാവ് സൽമ ബീവി ഉൾപ്പെടെയുള്ളവർ ഇതിനെ എതിർത്തുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. പ്രതി ആദ്യം കൊലപ്പെടുത്തിയതും സൽമ ബീവിയെ തന്നെയാണ്. അഫാന്റെ വീട്ടിലെ ഏത് കാര്യത്തിനും സഹകരിക്കുന്നവരാണ് അഫാന്റെ പിതാവിന്റെ സഹോദരനായ ലത്തീഫും ഭാര്യ ഷാഹിദയും. ഇവരിൽ നിന്ന് പ്രതീക്ഷിച്ച പിന്തുണയും അഫാന് കിട്ടിയില്ല എന്ന് നാട്ടുകാർ അടക്കം പ്രതികരിച്ചിരുന്നു. ഫർസാന PG വിദ്യാർത്ഥിനിയായിരുന്നു. ഫർസാനയുടെ നെറ്റിയിൽ വലിയ ദ്വാരമെന്ന് തോന്നിക്കുന്ന മുറിവുണ്ടെന്ന് ഈ കണ്ടവരൊക്കെ അന്ന് മാധ്യമങ്ങളോട് വിവരിച്ചിരുന്നു. പെൺകുട്ടിയുടെ വീട്ടുകാർ ആശുപത്രിയിൽ വന്നില്ല. ചുറ്റിക കൊണ്ട് നിരവധി തവണ അടിച്ചതിനാലാകാം അത്തരമൊരു മുറിവെന്നും ആശുപത്രിയിലുള്ള ജനപ്രതിനിധികളടക്കം അറിയിച്ചിരുന്നു. മാത്രമല്ല, അരുംകൊലയ്ക്ക് ശേഷം പ്രതി എലിവിഷം കഴിച്ചു. അയാൾ ആത്മഹത്യക്ക് ശ്രമിച്ചു. പക്ഷേ അത് ഏറ്റില്ല. പിന്നീട് തുടരെ 2-3 വട്ടം ജയിലിനുള്ളിൽ ആത്മഹത്യക്ക് ശ്രമിക്കുന്നു. മാത്രമല്ല, പോലീസ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. ശേഷം
ഏറ്റവും അവസാനമായി വലിയ രീതിയിൽ ആത്മഹത്യാ ശ്രമം അഫാൻ നടത്തിയിരുന്നു. ഒരുപാട് ദിവസം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. പക്ഷെ അവിടെയും മരണം അഫാനെ കൈവിടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പ്രതി ലഹരിക്ക് അടിമയാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. അഫാന്റെ പിതാവ് വിദേശത്തായിരുന്നു. വിസിറ്റിംഗ് വിസയിൽ വിദേശത്ത് പോയ പ്രതി നാട്ടിൽ വന്ന ശേഷമാണ് പെൺകുട്ടിയെ വിളിച്ചിറക്കിക്കൊണ്ടുവന്നത്. പ്രതിയുടെ അമ്മ ക്യാൻസർ ബാധിതയായിരുന്നു. അഫാന്റെ സഹോദരൻ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു. പിന്നീട് റഹീം നാട്ടിലെത്തുന്നു. അതായത് അഫാന്റെ പിതാവ് നാട്ടിലെത്തിയപ്പോഴാണ് തൻ്റെ വീട്ടിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന വിവരങ്ങൾ അദ്ദേഹത്തെ ഞെട്ടിക്കുന്നതായിരുന്നു. നമുക്കറിയാം, വലിയ കടബാധ്യത, സാമ്പത്തിക ബാധ്യത ഇവർക്കുണ്ടായിരുന്നു. ഒരുപാട് പേരിൽ നിന്ന് കടം വാങ്ങിച്ച് കടം തീർക്കുന്ന ഒരു രീതിയായിരുന്നു ഇവരുടേത്. ഒരുപാട് പേർക്ക് കടം കൊടുക്കാനുണ്ടായിരുന്നു. ഒരുപാട് പേർക്ക് സാമ്പത്തിക ബാധ്യത, അതായത് കടം തിരിച്ചു കൊടുക്കാനുണ്ടായിരുന്നു. ഇതെല്ലാം ഈ അമ്മയും മകനെയും വലിയ രീതിയിൽ അലട്ടിയിരുന്നു എന്ന വെളിപ്പെടുത്തലുകളൊക്കെ തൊട്ടു പിന്നാലെ വന്നതൊക്കെ നമ്മൾ കണ്ട കാഴ്ചയാണ്. പ്രതി അഫാന്റെ പിതാവ് റഹീം ചികിത്സയിൽ കഴിയുന്ന ഭാര്യ ഷമീനയെ സന്ദർശിക്കുന്ന കാഴ്ചയൊക്കെ കേരളത്തിന് നടക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. കട്ടിലിൽ നിന്ന് വീണതാണെന്നായിരുന്നു ബോധം വന്നപ്പോൾ ഷമീന ആദ്യം റഹീമിനോട് പറഞ്ഞത്. അഫാൻ തന്നെ ആക്രമിച്ചതാണെന്ന് ഷമീന പറഞ്ഞില്ല. മരണ വാർത്തകളൊന്നും ആദ്യഘട്ടത്തിലൊന്നും ഷമിയെ അറിയിച്ചിരുന്നില്ല. ബോധം വന്നപ്പോൾ ആദ്യം തന്നെ ഷമീന അന്വേഷിച്ചത് ഇളയ മകൻ അഫ്സാനെ കാണണമെന്നായിരുന്നു. സഹോദരന്റെ വീട്ടിലുണ്ടെന്നാണ് ആദ്യം പറഞ്ഞത്. അഫാനെയും ഷമി അന്വേഷിച്ചു. ആശുപത്രിയിലെത്തിയ റഹീമിനെ ഷമി തിരിച്ചറിഞ്ഞു എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ്. അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം ഈ ഒരു സംഭവങ്ങൾക്ക് പിന്നാലെ ദമാമിൽ നിന്നാണ് നാട്ടിലേക്ക് വന്നത്. സാമൂഹ്യ പ്രവർത്തകരുടെ ഇടപെടലിന് പിന്നാലെയാണ് പിതാവിന് നാട്ടിലേക്ക് എത്താനുള്ള വഴി ഒരുങ്ങിയത്. എന്തായാലും കൊലപാതക പരമ്പരയിൽ പ്രതി അഫാന്റെ കുടുംബത്തിന്റെ സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ച് പോലീസ് വിശദമായ അന്വേഷണം നടത്തിയിരുന്നു. പിതൃമാതാവ് സൽമ ബിബിയെ കൊലപ്പെടുത്തിയ കേസിലാണ് അഫാനെ അറസ്റ്റ് ചെയ്തത്. അതിനുശേഷം ഈ കാമുകിയെ കൊലപ്പെടുത്തിയ കേസിൽ, അതുപോലെ തന്നെ അനുജനെയും കൊലപ്പെടുത്തിയ കേസിൽ, ലത്തീഫിനെയും ഭാര്യയും കൊലപ്പെടുത്തിയ കേസിലൊക്കെ പിന്നാലെ അറസ്റ്റ് രേഖപ്പെടുത്തി തെളിവെടുപ്പ് നടത്തി നിർണായകമായ തെളിവുകൾ ശേഖരിക്കുന്ന സാഹചര്യമുണ്ടായി. ഓരോ ഇടത്തും എത്തിച്ച് പാങ്ങോട് വീട്ടിൽ മുത്തശ്ശി, അതുപോലെ തന്നെ അബ്ദുൽ ലത്തീഫിൻ്റെ വീട്ടിൽ അവിടെ ലത്തീഫിൻ്റെ ഭാര്യയും സ്വന്തം വീട്ടിൽ വെച്ച് കാമുകിയെയും അതുപോലെ തന്നെ അനുജനെയും. അപ്പോൾ ഇതെല്ലാം, ഈ കൊലപാതക വിവരങ്ങളെല്ലാം പ്രതി പോലീസിനെ വിവരിച്ചിരുന്നു. യാതൊരു ഭാവമാറ്റവും ഇല്ലാതെയായിരുന്നു പ്രതി ഓരോ കൊലപാതകം നടത്തിയ വിവരങ്ങൾ വിവരിച്ചു കൊണ്ടിരുന്നത്. മാത്രമല്ല, ഫർസാനയോടുള്ള സ്നേഹമല്ല, മറിച്ച് കടുത്ത പകയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു പിന്നീട് പ്രതി മൊഴി നൽകിയത്. ഫർസാന ഒറ്റപ്പെടുമെന്ന കാരണത്താൽ കൊലപ്പെടുത്തിയതാണ് എന്ന് ആദ്യം പറഞ്ഞുവെങ്കിലും പിന്നീട് ഫർസാനയോടുള്ള വൈരാഗ്യം എത്രത്തോളം ഉണ്ടായിരുന്നുവെന്ന് അഫാൻ വെളിപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി. അതായത് ഫർസാന സ്വർണം അഫാന് നൽകിയിരുന്നു. അത് ഫർസാന തിരിച്ചു ചോദിച്ചുകൊണ്ടേയിരുന്നു. അതായത് പണം വയ്ക്കാൻ മാല നൽകിയിരുന്നു. അത് തിരികെ ചോദിച്ചതാണ് ഫർസാനയെ കൊലപ്പെടുത്താൻ കാരണമായതെന്ന് അഫാൻ പിന്നീട് വെളിപ്പെടുത്തുകയുണ്ടായി. അഫാന് മാല നൽകിയ വിവരം ഫർസാനയുടെ വീട്ടിൽ അറിഞ്ഞിരുന്നു. മാല ഉടൻ തിരികെ നൽകാൻ ഫർസാന അഫാന്റെ മേൽ സമ്മർദ്ദം ചെലുത്തി. ഇത് ഫർസാനയുടെ ദേഷ്യം കൂടാൻ കാരണമായി. തെളിവെടുപ്പ് വേളയിലാണ് അഫാൻ മാലയെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിനോട് പറഞ്ഞത്. അബ്ദുൾ റഹീമിന്റെ കാറ് പണയപ്പെടുത്തിയത് ഫർസാനയുടെ മാല തിരികെ എടുത്തു നൽകാനായിരുന്നുവെന്നും അഫാൻ പോലീസിനോട് പറഞ്ഞു. കുടുംബാംഗങ്ങളെ കൊലപ്പെടുത്താൻ തീരുമാനിച്ച ദിവസം പ്ലാനിങ്ങോടെ ഫർസാനെ അഫാൻ വീട്ടിലെത്തിക്കുകയായിരുന്നു. മാതാവിന് സുഖമില്ലെന്ന് പറഞ്ഞാണ് ഫർസാനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത്. കൊലപാതകത്തിനിടയിൽ ആരെങ്കിലും വീട്ടിലേക്ക് വന്നാൽ അവരെ ആക്രമിക്കാനായി തൊട്ടടുത്ത കടയിൽ നിന്ന് മുളക് പൊടിയും അഫാൻ വാങ്ങി വെച്ചിരുന്നു. പെരുമലയിലെ വീട്ടിൽ ഇന്ന് തെളിവെടുപ്പ് നടത്തുന്നതിനിടെ അഫാൻ ഇക്കാര്യങ്ങളൊക്കെ തുറന്നു പറയുകയുണ്ടായി. മാത്രമല്ല, ഈ പിതൃമാതാവിനെ കൊലപ്പെടുത്തിയ ശേഷം അവരുടെ മാല പണയം വെച്ച് 74,000 രൂപ വാങ്ങി. ഇതിൽ 40,000 രൂപ സ്വന്തം അക്കൗണ്ടിലൂടെ കടം നൽകിയവർക്ക് തിരികെ കൊടുത്തുവെന്നാണ് അഫാൻ നൽകിയ വിവരം. അഫാന്റെ മാതാവ് ഷമിക്ക് മാത്രം 65 ലക്ഷം രൂപ കടമുണ്ട്. ഈ കടം കാരണം ജീവിതം മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് കൊലപാതകം നടത്തിയതെന്നാണ് അഫാൻ കീഴടങ്ങിയപ്പോൾ പറഞ്ഞത്. എന്തായാലും ഈ സംഭവങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. ഘട്ടം ഘട്ടമായി കേരളമൊക്കെ നടുക്കത്തോടെ അറിഞ്ഞ ഒരു കൂട്ടക്കൊലപാതകമാണ് ഈ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും അവസാനം വന്ന വിവരം നമുക്കറിയാവുന്ന പോലെ തന്നെ ഇതൊരു സിനിമയാക്കിയിരുന്നു. കാലം പറഞ്ഞ കഥ എന്ന രീതിയിലായിരുന്നു സിനിമയാക്കിയത്. കാലം പറഞ്ഞ കഥ സിനിമയുടെ റിലീസ് മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകി. അതായത് പ്രതി അഫാന്റെ പിതാവ് അബ്ദുൾ റഹീമാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. സിനിമ വെഞ്ഞാറമൂട് കൂട്ടക്കൊലയെ ആസ്പദമാക്കിയെന്നായിരുന്നു ആരോപണം. കേസിന്റെ വിചാരണ പോലും തുടങ്ങിയിട്ടില്ല. അതിനിടയിൽ ഒരു സിനിമ വരുന്നത് അത് വലിയ രീതിയിൽ മാനസിക വിഷമം ഉണ്ടാക്കുന്നു എന്നതടക്കമുള്ള വാദങ്ങൾ പിതാവ് മുന്നോട്ട് വച്ചിരുന്നു. സിനിമയുടെ പ്രഖ്യാപനത്തിന് ശേഷം ഒട്ടേറെ സമൂഹ മാധ്യമ പോസ്റ്റുകളാണ് കുറ്റാരോപിതനെ കുറ്റക്കാരൻ എന്ന രീതിയിൽ ചിത്രീകരിച്ചത്
വിശദീകരിച്ചിരിക്കുന്നത്. കേസിൽ വിചാരണ പോലും തുടങ്ങിയിട്ടില്ലാത്ത സാഹചര്യത്തിൽ ഇത്തരമൊരു സിനിമ റിലീസ് ചെയ്യുന്നത് മകന് ന്യായ വിചാരണ കിട്ടാനുള്ള അവകാശത്തെ ഹനിക്കലാകും, അത് മാധ്യമ വിചാരണയ്ക്ക് മുൻവിധിക്കും കാരണമാകുമെന്നായിരുന്നു ഹർജിയിൽ പിതാവ് ആരോപിച്ചത്. സിനിമ പുറത്തുവരുന്നത് സാക്ഷികളെ സ്വാധീനിക്കുമെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടായിരുന്നു. വിചാരണ തീരുന്നതുവരെ സിനിമയ്ക്കും കേസിനെ പറ്റിയുള്ള മറ്റ് ദൃശ്യശ്രാവ്യ ഉള്ളടക്കങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തണമെന്നും ഹർജിയിൽ ആവശ്യമുണ്ടായിരുന്നു. എന്തായാലും ആ കൂട്ടക്കൊലപാതകം കേരളത്തെ നടുക്കിയ കൊടും ക്രൂര കൊലപാതകങ്ങൾക്ക് 1 വർഷം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.